ഹലോ, വെൽക്കം ബാക്ക് ടു മൈ സിറീൻ സ്പേസ്. എല്ലാവർക്കും നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നാട്ടിൽ വന്നിട്ടുള്ള നമ്മുടെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ മുറ്റത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂക്കളും നമുക്കവിടെ പുറത്തിറങ്ങി ഇങ്ങനെയൊന്നും നടക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വന്നിട്ട് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെടികളും പൂക്കളും ഒക്കെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ. നാട്ടിൽ വരുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു സന്തോഷമാണ്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്ന എല്ലാവർക്കും ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും തോന്നില്ല. പക്ഷെ ഇതൊക്കെ മിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് പറ്റിയ കുറച്ച് പൂക്കൾ, ചെത്തിപ്പൂവ്, പിന്നെ നന്ദ്യാർവട്ടം, അങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ മുറ്റം നിറയെ കുറേ മുക്കുറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ അതൊക്കെ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകും. പിന്നെ ഇതുപോലെ കാന്താരി മുളക്, പിന്നെ കുഞ്ഞു കുഞ്ഞു കൃഷികൾ അമ്മ നട്ട് വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ട്. കുരുമുളക്, ഇതൊക്കെയാണ് കാണാനുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്ന് ഉച്ചയ്ക്കലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മീൻകറിയാണ് കേട്ടോ. മീൻകറി, ചോറ് ഒക്കെയാണ്. അപ്പോൾ ഇന്ന് കരിമീൻ കിട്ടി. കരിമീൻ എന്ന് പറഞ്ഞാൽ വലിയ കരിമീനല്ല, കരിമീൻ്റെ ഒരു ചെറുത്, ഒരു മീഡിയത്തിനേക്കാളും ഒരു ഇച്ചിരി ചെറിയ സൈസാണ്. അപ്പോൾ അതമ്മ പാലൊഴിച്ച് കറി വെച്ചു കേട്ടോ. ഇത് കോവയ്ക്കയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ കൂടുതലും അടപ്പിൽ തന്നെയാണ് കേട്ടോ പണ്ട് മുതലേ കുക്കിംഗ്. നമുക്ക് അത്യാവശ്യം വിറകൊക്കെ ഉള്ളതുകൊണ്ട് അടപ്പിൽ തന്നെ കുക്ക് ചെയ്യുന്നതാണ് നമുക്ക് സൗകര്യം. ഇവിടെ അമ്മയ്ക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം പിന്നെ നമുക്ക് ചോറ് വയ്ക്കും, പിന്നെ ഉള്ള ആ തീയിൽ അത്യാവശ്യം കറികളും ഒക്കെ അങ്ങ് വയ്ക്കും. പിന്നെ നമ്മൾ ബാക്കിയുള്ള അത്യാവശ്യമൊക്കെ നമ്മൾ ഗ്യാസിൽ തന്നെയാണ് യൂസ് ചെയ്യുക. നമ്മുടെ ചക്ക വെട്ടലും ഒക്കെയാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് ചക്ക ഇട്ട് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ചക്ക ഇട്ടത്. അപ്പോൾ ഒരു നല്ല പഴുത്ത ചക്കയുണ്ട്, അതിൻ്റെ വേസ്റ്റൊക്കെ അപ്പുറത്ത് കിടപ്പുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഒരു പഴുത്ത ചക്കയും അന്ന് തന്നെ മുറിക്കാൻ പാകത്തിനുള്ള ഒരു ചക്കയും പിന്നെ പച്ചച്ചക്കയായിരുന്നു. അപ്പോൾ അത് പുഴുങ്ങാനും പിന്നെ നമുക്ക് വറക്കാനും ഒക്കെ ആയിട്ട് മാറ്റി വയ്ക്കാനായിട്ട് അവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മീൻ വറുക്കാനായിട്ട് പുരട്ടി വെച്ചേക്കുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കുന്നതുകൊണ്ട് ഇതുപോലെ കറിവേപ്പിലയുടെ ഒരു തണ്ടെടുത്ത് ഇതുപോലെ ഗ്ലാസ്സിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതിലിറക്കി വയ്ക്കലാണ് പതിവ്. ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ ചുമ്മാ ഒന്ന് പുറത്തേക്ക് വന്നു കേട്ടോ. ഞങ്ങളെപ്പോൾ നാട്ടിൽ വന്നാലും നമ്മുടെ വീടിൻ്റെ ഒരു 1-2 കിലോമീറ്റർ മാറിയുള്ളൊരു പാടശേഖരമുണ്ട്, എഴുമാന്തൂരത്ത് എന്ന് പറയും. അപ്പോൾ അവിടെ വന്ന് ഇതുപോലെ ഒരു ഡ്രൈവ് പോവാതെ ഒരിക്കലും ഞങ്ങൾ പോകാറില്ല കേട്ടോ. ഞങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് വന്നാലും നമ്മൾ ഇവിടെ ഒന്ന് വന്നിട്ടേ പോവുള്ളൂ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. ഞാൻ എറണാകുളംകാരിയാണ്, പക്ഷേ എൻ്റെ നാട് ശരിക്കും പറഞ്ഞാൽ അതൊരു ഐലൻഡാണ്. അപ്പോൾ അവിടെ ഇതുപോലെ പാടവും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. ഞങ്ങൾ ചെറുപ്പത്തിൽ 1-2 സ്ഥലത്തൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തും ചെറിയ പാടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലുള്ള പാടശേഖരമൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിപ്പം കൊയ്ത്ത് കഴിഞ്ഞൊരു സമയമാണ്. ഇവിടെയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലൊക്കെ കയറിപ്പോയി. അതിപ്പം കുറച്ച് നാളായി. അപ്പോൾ ഇപ്പോൾ വെള്ളം കയറി കിടക്കുകയാണ് പാടത്തിലൊക്കെ. ഇനി അത് വെള്ളമൊക്കെ വറ്റിച്ച് നമ്മൾ കൊയ്ത്ത് നടത്തുന്ന ആ സമയമാകുമ്പോഴേക്കും വെള്ളമൊക്കെ വറ്റിച്ച് അത് ഒരുക്കിയെടുക്കലാണ് ചെയ്യണേ. വർഷത്തിൽ 2 പ്രാവശ്യമാണ് കേട്ടോ ഇവിടെയൊക്കെ ഇത് കൃഷി ഇറക്കണത്. അപ്പോൾ നല്ല ഭംഗിയാണ്. ഏത് സമയത്ത് വന്നാലും അവിടെ അതിൻ്റേതായൊരു ഭംഗി ഉണ്ടാവും. നെല്ലായി നിൽക്കുമ്പോഴും ഇങ്ങനെ ഞാറായി നിൽക്കുമ്പോഴും അതല്ലാതെ വെള്ളം കയറ്റിയിരിക്കുമ്പോഴും എല്ലാം വേറെ 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 ഭംഗിയാണ്. എപ്പോഴും ഒരേപോലത്തെ കാഴ്ച അല്ലായിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാം എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ചില സമയത്തൊക്കെ വരുമ്പോൾ വലിയ താറാക്കൂട്ടമൊക്കെ കാണും. താറാവുകൾ ഇങ്ങനെ കൂട്ടത്തോടെ വളർത്തൂലേ, അപ്പോൾ അതിനിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് താറാവുകളുണ്ടാവും. അത് കണ്ട് നിൽക്കാൻ നല്ല രസമാട്ടോ, അതിങ്ങനെ നടന്നു പോകുന്നത്. അപ്പം ഞങ്ങളൊരു സ്ഥലത്ത് പയ്യെ ഒന്ന് ഒതുക്കി. അപ്പോൾ ഇവിടെ കണ്ടോ ചെളിയുണ്ട്, പിന്നെ അതിലൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ടെന്ന് തോന്നുന്നു. നിറയെ കൊക്കുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അതിപ്പം ഇങ്ങനെ അതായത് മീനെ പിടിക്കാനായിട്ട് അനങ്ങാതെ ഇങ്ങനെ സ്റ്റാച്യു പോലെ നിൽക്കുകയാണ്. ഇത് അനങ്ങിക്കഴിഞ്ഞാൽ മീനുകൾക്ക് മനസ്സിലാവുമല്ലോ, നിൽക്കുന്നതൊക്കെ കൊക്കുകളാണ് കേട്ടോ. ഒന്നനങ്ങാതെ ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കുകയാണ്. പിന്നെ ഇത്രയേടെ നിന്നിട്ട് രക്ഷയില്ലാന്ന് വരുമ്പോൾ ഇവർ അനങ്ങി ഇത്തിരി നീങ്ങി വേറൊരു സ്ഥലത്തേക്ക് നിൽക്കും കേട്ടോ. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. ഇര പിടിക്കാനായിട്ട് ഇങ്ങനെ തക്ക
വടക്കം ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, അവിടെ കിട്ടിയില്ല. അപ്പം മാറി അടുത്ത സ്ഥലത്തേക്ക് പോയി അവിടെയും അതുപോലെ തന്നെ നിൽക്കും കുറച്ച് നേരം. അങ്ങനെയാണ് ഇവർ ഇര പിടിക്കണത് കേട്ടോ, മീനെ പിടിക്കണത് കേട്ടോ. കുറേ കൊക്കുകളുണ്ടായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചില സ്ഥലത്ത് നിറയെ ഉണ്ടായിരുന്നു, വലിയ വലിയ കൊക്കുകളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, വെള്ള കളറിൽ ആ കുത്തു പോലെ കാണുന്നതൊക്കെ കൊക്കുകളാണ് കേട്ടോ. ചില സമയത്ത് ഇതിലും കൂടുതലുണ്ടാവും. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇത്രേ കണ്ടുള്ളൂ. ഒരു പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് കൊക്കുകളുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല കാറ്റും ഒക്കെയാണ് ഇവിടെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിന്ന് കുറച്ച് നേരം ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് വളരെ സമാധാനമാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ. ഇവിടെ നിന്ന് കുറച്ചങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു കുഞ്ഞ് ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെ സൺഡേ ആയതുകൊണ്ട് അവിടെ നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സമാധാനം വൈബ് കിട്ടിയില്ല. ഭയങ്കര തിരക്ക് പിടിച്ചൊരു സ്ഥലത്ത് വന്ന പോലെ ഒരു ഫീലായിരുന്നു. അപ്പോൾ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. അപ്പോൾ ദാ ഇവിടെ നല്ല രസമുണ്ട്. നേരത്തെ കണ്ടത് ആ ക്ലോസപ്പിൽ ഒരു വൈറ്റ് കളറിൽ കണ്ടതൊരു പള്ളിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അതിങ്ങനെ ഇതിൻ്റെ നടുക്കു അങ്ങനെ ദൂരെ കാണാനായിട്ട്. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വരാനായിട്ട്. നമ്മളവിടെ ഇങ്ങനെ ഈ സിറ്റിയുടെ നടുക്ക് ഈ എന്താ പറയുക, വണ്ടിയും തിരക്കും ഒക്കെ ആയിട്ടുള്ളൊരു ലൈഫ് ഇന്ന് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ നാടൻ ഭക്ഷണങ്ങളും പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങളും പിന്നെ വീട്ടിലുള്ള കുഞ്ഞു പൂക്കളും ചെടികളും പിന്നെ നമ്മുടെ പരിസരത്ത് ഇതേപോലെ കാണാനുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ ശരിക്കും ഞങ്ങൾ ഇവിടെ അടുത്ത മാളിലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും അധികം പോവാറില്ല. ചിലപ്പോൾ പോകും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോവും. കൂടുതൽ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പാറു അവിടെ നിന്നിട്ട് വണ്ടിയിൽ നിന്നിട്ട് സൺറൂഫിലൊക്കെ കയറി ഇങ്ങനെ നിൽക്കുവാണ്. നമുക്ക് സിറ്റിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ അധികം പറ്റില്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ തിരക്കില്ലാത്തൊരു റോഡാണ്, ഇങ്ങടേക്ക് വരുന്ന ആൾക്കാർ മാത്രം വരുന്നൊരു റോഡാണ്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് കാറ്റൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലത്തൂടെയാണല്ലോ ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അവളുടെ ഒരു സന്തോഷം അങ്ങനെ ശരിക്കും സൂര്യൻ അസ്തമിച്ച് ഇങ്ങനെ വരികയാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകട്ടെ. അപ്പോൾ ഒട്ടും പ്ലാൻഡ് അല്ലാതെ കേട്ടോ വന്നത്. ഇന്നിപ്പോൾ നമ്മുടെ പറമ്പിൽ വന്നതാണ്. പറമ്പിൽ വന്നപ്പോൾ ചുമ്മാ പെട്ടെന്ന് എന്നാൽ ചേച്ചേട്ടൻ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോന്നു. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അമ്മദാ ചക്ക പുഴുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ചക്കപ്പുഴുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത്. ഈ ഒരു രീതിയിലാണ് കേട്ടോ, തേങ്ങയും കൂടി ഇട്ടിട്ട്. സാധാരണ കോട്ടയം ഒരു സ്റ്റൈൽ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനധികം ചക്കപ്പുഴുക്കൊന്നും വേറെ സ്ഥലത്തൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ. കാരണം നമ്മുടെ അടുത്തൊന്നും ചക്ക അത്ര അവൈലബിൾ ആയിട്ടുള്ള സാധനം അല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ. പഴുത്ത ചക്കയായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ അത് ഇതുപോലെ ചക്ക വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് ഇനി കിടന്നുറങ്ങും. ഇവിടെ എല്ലാം നേരത്തെയാണ് കേട്ടോ, ഒരുപാട് ലേറ്റായിട്ടുള്ള കിടപ്പൊന്നുമില്ല. നേരത്തെ തന്നെ ഡിന്നറും കഴിഞ്ഞ് കിടക്കും. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നാട്ടിലെ വീണ്ടും കുറേ വിശേഷങ്ങളായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.